ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു കൊഞ്ച് നാടൻ രീതിയിൽ എങ്ങനെയാണ് വരട്ടുന്നതെന്നൊക്കെ. ഇന്ന് പാചകം ചെയ്തത് ഞാനല്ല, എൻ്റെ ഭർത്താവാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ നോക്കാം. ഇത് കൊഞ്ചം മുറിച്ച് മുളക്, മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചതാണ്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയില്ല, ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി കൊടുക്കുക. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കുരുമുളക് ഇട്ട്. ഇന്ന് ഞാനല്ല പാചകം, എൻ്റെ ഭർത്താവ്. പച്ചമുളക്, വെളുത്തുള്ളി ഇടുക, തക്കാളി ഇടാം. നമുക്ക് ഉള്ളി ഇടുക. സാധാരണ നമ്മൾ ഉള്ളിയെല്ലാം വഴണ്ട് ഇതല്ലേ തക്കാളിയിലിടുക. നിങ്ങളിങ്ങനെ ആക്കും അല്ലേ? ഒരു പ്രത്യേക തരമാണ് പാചകം. തക്കാളി എല്ലാം ഒരു പൊടി പോലെ ഇങ്ങനെ കാണരുത്, അതുകൊണ്ട് ആദ്യം തക്കാളി കൊണ്ട് നല്ലോണം വഴഞ്ഞ്. ഇത് പ്രത്യേകിച്ച് മസാലകളൊന്നും ഉണ്ടാവില്ലേ, നമ്മളെ തനി നാടൻ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ കൊഞ്ചൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പെല്ലാം ആക്കിയിട്ട് ഇവിടെ പെരക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഉള്ളിക്ക് വേണ്ടുന്ന ഇടുക. കുറച്ച് ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടിയോ. പിന്നെ കുരുമുളക് ഇടുന്നതുകൊണ്ട് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് മാത്രം ഇട്ടാൽ മതി. നല്ലോണം വാടി വരുന്നവരെ ഇളക്കുക. ചെമ്മീന് കൊഞ്ചെന്നോ രണ്ടും പറയും. നമ്മളിവിടെ അധികം ഉണക്ക് ചെമ്മീൻ എന്നാണ് പറയുക. ഇത് പച്ചക്ക് കൊഞ്ചൻ എന്ന് പറയും. ഇതിന് വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ. വെള്ളം ഒഴിക്കാണ്ട് അതിലും തന്നെ വെന്ത് വരണം. വെള്ളത്തിൻ്റെ പരിപാടിയില്ല. വേണ്ട, എപ്പോൾ ഇടുന്ന പോലെ വെച്ചാൽ മതി. പൊതുവേ നമ്മളങ്ങനെ മസാല ഉപയോഗിക്കില്ല, മുളക് പൊടി മാത്രം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. കൊഞ്ചനെല്ലാം നല്ലോണം വെന്ത് കഴിഞ്ഞ് ഏകദേശം കൊഞ്ചം കാണുന്നില്ല. എൻ്റെ നാടൻ. അങ്ങനെ അടിപൊളി കൊഞ്ചം വരട്ടിയതെന്ന് പറയാം. കൊഞ്ചം ഫ്രൈ റെഡിയായി. നമ്മൾ നാടനല്ല, അവിടെ നമ്മൾ വരട്ടിയത് റെഡിയായി. നല്ല മണമുണ്ട്. മസാലേൻ്റെ നല്ല മുളകിൻ്റെ മണം. മുളകിൻ്റെ
പക്ഷെ നമ്മൾ കുറേ മസാലയെല്ലാം ഇട്ടിട്ട് തിന്നതിനൊക്കെയാണ് ഇങ്ങനെ തിന്നാന്ന് നല്ല രസമായിട്ട് തോന്നുന്നത്. ഗരം മസാല അങ്ങനെയെല്ലാം ഇടുമ്പോൾ ഈ കൊഞ്ചൻ്റെ എല്ലാം മണം തന്നെ മാറിപ്പോകും. ഇതാകുമ്പോൾ ഇതിൻ്റെ കൊഞ്ചൻ്റെ നല്ല മണം ഉണ്ടാവും ഇങ്ങനെ ആക്കിയാൽ. അപ്പോൾ കൊഞ്ചനായി ഇരിക്കുകയാണ്. നാടൻ ദോശയും കൊഞ്ചൻ ഫ്രൈയും അടിപൊളി. കൊഞ്ചൻ ഇടുമോ? കൊഞ്ചൻ